അപ്പോൾ നമ്മൾ നോക്കി കാണുമ്പോൾ ശരിക്കും ഒരു കുടുംബപരമായിട്ടുള്ള ഒരു ബന്ധം പോലെയാണല്ലേ ശരിക്കും ഈ സിവിൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ. ഒരു കുടുംബാംഗം എന്ന രീതിയിൽ സിവിൽ സ്റ്റേഷനിലെ എല്ലാവരും തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഡിവിഷനകത്ത് നമുക്ക് മത്സരിക്കുമ്പോൾ എതിരാളുണ്ടായിരിക്കും. പക്ഷേ എങ്കിൽ പോലും സ്വാഭാവികമായൊരു കുടുംബാംഗം എന്ന രീതിയിലുള്ള പരിഗണന അവിടെ എല്ലാവരും ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ വീണ്ടും മത്സരിക്കാനുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സന്തോഷം പങ്കുവച്ചു. 5 വർഷം കൗൺസിലർ ആയപ്പോഴും അതല്ലാതെ കൗൺസിലർ അല്ലാത്ത കഴിഞ്ഞ 5 വർഷവും നമ്മൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സിവിൽ സ്റ്റേഷൻ സംബന്ധിച്ച് ഒരു 15 വർഷക്കാലം മുമ്പാണ് ആ ഡിവിഷൻ രൂപീകൃതമാകുന്നത്. ആ രൂപീകൃതമായ ഘട്ടത്തിൽ അന്ന് അവിടെ കോൺഗ്രസിന്റെ വത്സല ബാബുരാജാണ് ജയിച്ചത്. അന്നും ആ ഡിവിഷനുമായി ബന്ധപ്പെട്ട് അവരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ അവിടെ കൗൺസിലറായി വരുന്നത്. ഇപ്പോൾ സുനിത 5 വർഷക്കാലം പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാ മേഖലകളിലും ജലാശയങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിലായാലും കുടിവെള്ള പദ്ധതികളുടെ കാര്യത്തിലായാലും സാധാരണക്കാരായ ആളുകൾക്ക് ആനുകൂല്യം ലഭ്യമാക്കുന്ന കാര്യത്തിനായാലും റോഡുകളായാലും കാനകളായാലും അത് പരമാവധി എല്ലാ തലങ്ങളുടെയും ഫണ്ട് ഉപയോഗപ്പെടുത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡിവിഷനകത്ത് അല്ലെങ്കിൽ ഡിവിഷനിലെ ആളുകൾക്ക് അർഹതപ്പെട്ട ഒരു ആനുകൂല്യവും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും അത് MP ഫണ്ടായാലും ശരി, MLA ഫണ്ടായാലും ശരി, കോർപ്പറേഷൻ്റെ വികസന ഫണ്ടായാലും ശരി, അതിലൊന്നും തന്നെ ഒരു രാഷ്ട്രീയമില്ലാതെ തന്നെ അത് മുഴുവൻ ആളുകൾക്കും ലഭ്യമാക്കാനും അത്തരത്തിൽ ഇപ്പോൾ ഒരു ഹെൽത്ത് സെൻറ്റർ ഞാൻ കൗൺസിലർ ആയിരിക്കുമ്പോഴാണ് ഏതാണ്ട് 50 ലക്ഷം രൂപ താഴെ വരുന്ന ഒരു ഹെൽത്ത് സെൻറ്റർ 2 നിലകളിലായി അവിടെ പൂർത്തീകരിച്ച് അവിടെ ഒരു ട്രെയിനിങ് ഇവിടെ നടക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. KR നാരായണൻ്റെ സ്മാരകമായി സംസ്കാരിക കേന്ദ്രം അവിടെ നമുക്കന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങളായി നമുക്കറിയാം കുളങ്ങളും ജലാശയങ്ങളും നവീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് വലിയ പ്രശ്നമാണ്. എങ്കിൽ പോലും അത് സാധാരണക്കാരായ ആളുകളുടെ സഹായത്തോടു കൂടി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. കുടിവെള്ള പദ്ധതികളൊക്കെ തന്നെ എല്ലാം ഒരുവിധം ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ചെറിയ പരാതികളുണ്ടെങ്കിലും എല്ലാം ഒരുവിധം ഭംഗിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് പിന്നെയും ആ ഡിവിഷനെ എല്ലാ തരത്തിലും പരിഗണന നൽകി. കാരണം കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ട് എന്നതിനപ്പുറത്ത് മറ്റു തലങ്ങളിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി അവിടെ മുടങ്ങാതെ ചെയ്യുന്ന പ്രൊജക്റ്റാണ് എമിനൻസ് എന്ന കുട്ടികളെ ഒരു പ്രചോദിപ്പിച്ചുകൊണ്ടൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്ക് പഠിക്കുന്ന ആവശ്യമായ എല്ലാ സഹായം നൽകി അവർ ഉന്നത വിജയം നേടുമ്പോൾ അവരെ ആദരിച്ച് അവർക്ക് മറ്റു തരത്തിൽ സാമ്പത്തിക സഹായങ്ങൾ നൽകുവാനുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ടൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മെഡിക്കൽ രംഗത്ത് ഞാൻ കൗൺസിലറായ സമയത്ത് അന്ന് ആരോഗ്യ മേഖലയിൽ നിരാമയ എന്ന മെഡിക്കൽ ക്യാമ്പുകൾ രൂപീകരിച്ച് നമ്മൾ ആളുകൾക്ക് സഹായം എത്തിക്കാൻ ശ്രമിച്ചത്. അതൊക്കെ തന്നെ ഇനിയും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തുടരുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം അത്രത്തോളം അവരെ ഉൾക്കൊണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ അത് അതിനേക്കാൾ കൂടുതലായി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഡിവിഷന് വേണ്ടി ചെയ്യാൻ ശ്രമിക്കും.